തൃശൂർ പൂരം കുളമാക്കുകയാണ് ചെയ്തത്. തൃശൂർ പൂരം നശിപ്പിച്ച് പൂരപ്രേമികളെ അവഹേളിക്കുന്ന നടപടിയാണ് അതുണ്ടായത്. അവിടെ ശ്രീരാമനെ കണ്ടതും രാംലല്ലയെ കണ്ടതും ഒക്കെ തന്നെയാണ് അവിടെ പലർക്കും ഈ പ്രശ്നം ഉണ്ടാക്കിയത്. പോലീസിന്റെ നടപടി, ആ പോലീസ് നടപടി പൂരപ്രേമികളെ അവഹേളിക്കുന്ന തരത്തിലാണ്. പൂരത്തിലുണ്ടായ തർക്കം CPM-ഉം BJP-യും കൂടി ആസൂത്രണം ചെയ്തതാണ്. BJP-ക്ക് വോട്ട് മറിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് K. മുരളീധരന്റെ ഒരു മാസ് ഡയലോഗ് നമ്മൾ അവിടെ കാണുന്നു. രാത്രി അവിടെ എത്തിയത് ആരാണ്, ഏത് സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് ദൃശ്യങ്ങളിലൂടെ ലോകം മുഴുവൻ കണ്ടതാണ്. അവിടെ എത്തിയ ആദ്യത്തെ സ്ഥാനാർത്ഥി അത് സുരേഷ് ഗോപി തന്നെയാണ്. ആ ജില്ലയിൽ 2 മന്ത്രിമാരുണ്ട്, മന്ത്രി R. ബിന്ദുവും മന്ത്രി K. രാജനും. K. രാജന് ചുമതലയുണ്ട്. എവിടെയായിരുന്നു K. രാജൻ? K. രാജൻ ഈ പ്രശ്നം ഉണ്ടായിട്ട് ഇത്രയും മണിക്കൂർ വൈകി കഴിഞ്ഞിട്ടാണോ പരിഹരിക്കാൻ വരുന്നത്? ഇനി ഈ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇതിൽ കുടമാറ്റം നടന്നതിന് ശേഷമാണ് ഈ തർക്കത്തിലേക്ക് അല്ലെങ്കിൽ ഈ ബാരിക്കേഡ് സ്ഥാപിക്കുന്നതിലേക്ക്, ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിലേക്കൊക്കെ വന്നത്. ആ കുടമാറ്റത്തിൽ മറ്റു കുടയൊന്നുമല്ല പ്രശ്നം. ചുവന്ന കുട വന്നാലും ചെഗുവേര കുട വന്നാലും പ്രശ്നമില്ല, മതേതരത്വമാണല്ലോ. പക്ഷേ ഒരു ക്ഷേത്ര മൈതാനിയിൽ ഒരു ഹിന്ദു ദൈവത്തിൻ്റെ കുടമാറ്റത്തിന് ഒരു ചിത്രം ഉയർന്നു കഴിഞ്ഞപ്പോൾ അത് വർണ്ണവിധാനങ്ങളോടെ അവിടെ ഉണ്ടായിരുന്ന പൂരപ്രേമികളൊക്കെ ആസ്വദിച്ച് തന്നെയാണ് അത് സ്വീകരിച്ചത്. അവിടെ ശ്രീരാമന്റെ കുട വന്നാൽ ആരുടെ മതേതര മൂല്യമാണ് ഇല്ലാതാകുന്നത്? അമ്പും വില്ലും കുലച്ചു നിൽക്കുന്ന ശ്രീരാമൻ ഉണ്ടായിരുന്നല്ലോ, രാംലല്ല ഉണ്ടായിരുന്നല്ലോ. അത് ഉടനെ മതേതരത്വത്തിന് ഭീഷണിയാണ്. വടക്കുന്നാഥ ക്ഷേത്രത്തിന് മുന്നിൽ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരാണ് അവിടെ പൂരത്തിന് വരുന്നത്, എഴുന്നള്ളുന്നത്. അല്ലാതെ മതേതര ബിംബങ്ങളല്ല. അവിടെ വരുന്നത് ഭരണഘടനയുടെ ഉത്സവമല്ല, ക്ഷേത്രത്തിലെ ഉത്സവമാണ്. ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഹിന്ദുവിന്റെ ദൈവത്തെ തന്നെ കൊണ്ടുവരും. എന്ത് മതേതര മൂല്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു പൂരം കുളമാക്കിയത്? ഇത്രയും വർഷമായി, 100 വർഷമായി നടന്നുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ വർഷമോ ഈ വർഷമോ വന്നതൊന്നുമല്ല തൃശൂർ പൂരം. പ്രധാന വെടിക്കെട്ടിന് നേതൃത്വം നൽകുന്ന ബാഡ്ജ് ധരിച്ച അംഗങ്ങൾക്കും ഭരണസമിതി അംഗങ്ങൾക്കും വരെ മോശമായ അനുഭവം ഉണ്ടായി എന്ന് അവർ തന്നെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്ത്യ ചൈന യുദ്ധകാലമൊന്നുമല്ല പൂരം മുടങ്ങാൻ. കോവിഡ് ഉണ്ടായിരുന്നപ്പോൾ കോവിഡ് കാലത്ത് പൂരം മുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് അത്രയും മനുഷ്യർ പൂരത്തിന് അവിടെ വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ അവരെ എല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഈ രീതിയിലുള്ള പൂരം മുടക്കലുണ്ടായത്. പൂരം കുളമാക്കി എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം രാത്രിയിൽ ആ പുലർച്ചെ സമയത്ത് ആകാശത്ത് ആ നിറങ്ങളോടുകൂടി വർണ്ണങ്ങൾക്ക് പ്രാധാന്യം നൽകി പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ട് പോലീസിന് തോന്നുന്നത് പോലെ രാവിലെ 8 മണിക്ക് അങ്ങ് ഇട്ട് പൊട്ടിച്ചാൽ മതിയോ? ഈ ശബ്ദം കേൾക്കാനാണോ ആൾക്കാർ വരുന്നത്? ഒരു ക്ഷേത്രത്തിലെ ഉത്സവം അത് നടക്കുമ്പോൾ, ആ പൂരം നടക്കുമ്പോൾ അത് മതേതരമാകണമെന്ന് ശഠിച്ചുകൊണ്ട് ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി രാംലല്ലയുടെ ഒരു കുട വന്നു കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് പൊട്ടിത്തകർന്നു പോകുന്ന, പൂരം തന്നെ കുളമാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് ആരാണ്? അത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. മാനത്ത് വർണ്ണവിസ്മയം തീർത്ത് നടക്കേണ്ട വെടിക്കെട്ട് പകല് കൊണ്ട് പൊട്ടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആ രീതിയിൽ ഇടപെട്ടത് ആരാണെങ്കിലും അത് കൃത്യമായി അവർക്കുള്ള മറുപടി തൃശ്ശൂരിലെ ജനങ്ങൾ കൊടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. പൂരം പ്രതിസന്ധി എന്ന് പറയുന്നത് അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്.